ഇന്ന് നമ്മൾ തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ഫേമസ് ആയിട്ടുള്ള മാഡം ടുസോഡ്സ് വാക്സ് മ്യൂസിയമാണ് കേട്ടോ കാണുന്നത്. ആദ്യം നമുക്ക് കുറേ ഇവരുടെ തായ്ലൻഡുകാരെയും കുറേ ഇന്തോനേഷ്യ പ്രതിമകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ്റെ തുടങ്ങുകയാണ്. ഗാന്ധിജിയാണ് ഫസ്റ്റ് തന്നെ നമ്മളെ ഇന്ത്യയുടെ ഒരു വാക്സ് സ്ട്രക്ചർ കേട്ടോ, വാക്സ് സ്റ്റാച്യു ഉള്ളത് ഗാന്ധിജിയുടെയാണ്. പിന്നെ കുറേ അവരുടെ കൺട്രീസിൻ്റെയും വേറെ പല പല കൺട്രീസിലെയും കുറേ ഫേമസ് ആയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഒബാമയും മിഷേലും ഉണ്ട് കേട്ടോ. ഒബാമയുടെയും മിഷേലിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ കുറേ ഈ ഹോങ്കോങ്ങിൻ്റെയും അങ്ങനെ കുറേ കൺട്രീസിൻ്റെ എല്ലാ ഫേമസ് ക്യാരക്ടേഴ്സും ഉണ്ട് കേട്ടോ. നമ്മുടെ ക്വീൻ എലിസബത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ സിംഹാസനം ഉണ്ട് കേട്ടോ. അപ്പോൾ ക്വീൻ എലിസബത്തിൻ്റെ കൂടെ ആ സിംഹാസനത്തിലൊക്കെ ഇരുന്ന് ഞങ്ങളൊക്കെ ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ ഹോങ്കോങ്ങിൻ്റെയും ചൈനയുടെയും ഒക്കെ കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആരാന്നുള്ളതൊക്കെ ഫുള്ള് അവിടെ ബോർഡിൽ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നരേന്ദ്രമോദിജി ഉണ്ട് കേട്ടോ. ഇത് നരേന്ദ്രമോദിജി ഇങ്ങനെ കൈ കോപ്പി നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. നല്ല ഒറിജിനാലിറ്റീൻ്റെ ബാക്കിൽ നമ്മുടെ താജ്മഹലിൻ്റെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ക്വീൻ എലിസബത്തിൻ്റെ കൂടെയൊക്കെ ഞങ്ങളിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഇങ്ങനെ ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ ഫുള്ള് വെറുതെ ഇങ്ങനെ പ്രതിമകൾ നിരത്തി വെച്ചേക്കല്ല, കറക്റ്റ് അറ്റ്മോസ്ഫിയറും ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ആൽബർട്ട് ഐൻസ്റ്റീൻ E=mc² ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സുക്കർബർഗിൻ്റെ കൂടെ നിന്ന് സുക്കർബർഗിൻ്റെ കൂടെ അതൊക്കെ ഡിസ്കസ് ചെയ്യണ പോലെയൊക്കെ തോന്നുന്ന പോലത്തെയൊക്കെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടോ. നല്ല ഒറിജിനാലിറ്റി കേട്ടോ സുക്കർബർഗിൻ്റെ ആ പ്രതിമയ്ക്ക്. പിന്നെ അവരുടെ കുറേ ഹോങ്കോങ്, കൊറിയ അങ്ങനെ കുറേ കൺട്രീസിലൊക്കെ കുറേ ഫേമസ് ആയ ആൾക്കാർ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ സൈഡിൽ ബോർഡിൽ അവരാരാണെന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഫേമസ് ബീത്തോവൻ, മ്യൂസീഷ്യനായ ബീത്തോവൻ്റെ പ്രതിമയുണ്ട്. ബീത്തോവൻ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു നല്ല ഒറിജിനാലിറ്റിയുള്ള പ്രതിമ കേട്ടോ. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളും ഫേമസ് ആയിട്ടുള്ള നോട്ട്സും എല്ലാതും എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഫേമസ് ഫുട്ബോൾ പ്ലെയേഴ്സ്, അതിന് ഫുട്ബോളും സ്പോർട്സിൻ്റെ ഏരിയയിൽ തുടങ്ങാണ് കേട്ടോ. ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഉണ്ട്. പിന്നെ നമ്മളെ ഗോൾഫ് പ്ലെയർ, അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഒക്കെ പ്രതിമകളും സ്റ്റാച്യുകളൊക്കെ അതേ രൂപത്തിലുള്ള എല്ലാത്തിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഭയങ്കര മത്സരമായിരുന്നു. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. നല്ല കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിക്കുള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്, ഇത് ഒന്ന് സ്റ്റാച്യു ആണെന്ന് നമുക്ക് തോന്നുമോ? ശരിക്കും അതുപോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളേതാണ് സ്റ്റാച്യു ഏതാണെന്ന് തന്നെ ശരിക്കും ഒരു കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉള്ളതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഗാന്ധിജിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല. ഇതുണ്ട് ഇങ്ങനെ ഒരു പോയിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കേണ്ടവർക്ക് കളിക്കാം. നമ്മളവിടെ ഇങ്ങനെ കിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫുട്ബോൾ അവിടെ പോകും. ആ സ്ക്രീനിൽ കണ്ടോ, നമ്മൾ ബോൾ അടിച്ചാൽ നമ്മുടെ സ്കോറും ഒക്കെ ഇങ്ങനെ കാണും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഞങ്ങൾ ചെന്നപ്പോൾ വേറെ കുറേ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ബോൾ അടിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ തട്ടുമ്പോൾ പതുക്കെയൊക്കെ തട്ടിയാൽ പതുക്കെയും നല്ല ഫോഴ്സ്ഫുള്ളി തട്ടിയാൽ നല്ലൊരു ഗോളൊക്കെ വേണേൽ നമുക്ക് അടിക്കാം കേട്ടോ. പിന്നെ കണ്ടോ നമ്മളെ വിരാട് കോഹ്ലിയുടെ കൂടെയൊക്കെ നിന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. നമ്മളെ സച്ചിനും വിരാട് കോഹ്ലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അവരുടെയൊക്കെ നടുവിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം, ഒറിജിനൽ ആൾക്കാരെ കൂടെ പറ്റിയില്ലെങ്കിലും. പിന്നെ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയുടെ കൂടെയൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ വേണം നമുക്കിതൊന്ന് ഫുള്ള് കവർ ചെയ്യാനായിട്ട്. അത് ബാങ്കോക്കിലാണുള്ളത്, തായ്ലൻഡിലെ ഒരു സിയാം ഡിസ്കവറി എന്ന് പറഞ്ഞൊരു മാളുണ്ട്. ആ മാളിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എൻട്രി ടിക്കറ്റ് എപ്പോഴും ഓൺലൈൻ എടുക്കുന്നതാണ് നല്ലത്. ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഉള്ളതിനേക്കാളും കുറഞ്ഞിട്ട് നമുക്ക് ക്ലൂക്കിലും അഗോദയിലും ഒക്കെ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂവോ വെയിറ്റിങ്ങോ ഒന്നുമില്ല. ഡയറക്റ്റ്ലി ബാർകോഡ് സ്കാൻ ചെയ്ത് കയറാം. നമ്മുടെ ടെന്നീസ് പ്ലെയർ സെറീന വില്യംസിനെ കണ്ടില്ലേ, നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു സ്റ്റാച്യുവാണ് സെറീന വില്യംസിൻ്റെ. അങ്ങനെ അപ്പോൾ നമുക്ക് റേറ്റും കുറഞ്ഞ് കിട്ടും. കുറച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക, റേറ്റ് കുറഞ്ഞ് ഡയറക്റ്റ് ക്യൂ ഒന്നും നിൽക്കാണ്ട് ബാർകോഡ് സ്കാൻ ചെയ്ത് കയറാം കേട്ടോ. ഇത് ഇവിടുത്തെ തായ്ലാൻഡിലത്തെ തന്നെ ഒരു ഭയങ്കര മ്യൂസിക് പാടുന്ന ഒരു സിംഗറാണ് കേട്ടോ. അവരുടെ പേരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ടാറ്റ യങ് ആണ്, ഒരു തായ് സിംഗറാണ്, ഫേമസ് ആയിട്ടുള്ളൊരു തായ് സിംഗറാണ്. പിന്നെ അങ്ങനെ കുറേ തായ്ലാൻഡിലൊരു എയ്റോപ്ലെയിനിൻ്റെ തന്നെ ഒരു രൂപമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു മീറ്റിങ്ങും ഡിസ്കഷൻസൊക്കെ നടക്കുന്ന കുറേ പ്രതിമകൾ ഇതൊക്കെയുണ്ട് കണ്ടോ. മാഡം ടുസൈൻ്റെ ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും 2 ആൾക്കാരെ അവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുകയാണെന്ന് ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചിട്ടോ. കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരാൾ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, മറ്റേ ആളും ആ ബാക്കിലിരിക്കുന്ന ആളുകളും ഒക്കെ സ്റ്റാച്യൂസാണ്. ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ ഞങ്ങളും അവിടേക്കൊന്ന് കൂടെ നിന്ന് അവരുടെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടണ ആ ഒരു ഫീലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടേക്ക് ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് കവർ ചെയ്ത് പറ്റും കേട്ടോ. കണ്ടോ നമ്മളെ മൈക്കിൾ ജാക്സൺ ഡാൻസ് കളിക്കുന്നൊരു പോസ്. മൈക്കിൾ ജാക്സൻ്റെ കൂടെ നിന്ന് നമുക്ക് ഡാൻസ് കളിക്കാം. കുറേ കോസ്റ്റ്യൂംസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ആ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് മൈക്കിൾ ജാക്സൻ്റെ കൂടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നതും കൈയൊക്കെ പിടിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടോ. എന്നിട്ട് ഈ പോയിന്റിൽ നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ ശരിക്കും ഡാൻസ് കളിക്കുന്ന പോലെ തോന്നും.
പിന്നെ അവരുടെ കുറേ അതുപോലെ തന്നെ കുറേ സിംഗേഴ്സിൻ്റെയും കുറേ ഡാൻസേഴ്സിൻ്റെയും സിംഗേഴ്സിൻ്റെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ആരൊക്കെയൊന്നും നമുക്കറിയില്ല. ഫുള്ള് വായിച്ച് നോക്കിയാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. കംപ്ലീറ്റ് ഒന്നും വായിക്കാനൊന്നും പോയില്ല. നമ്മൾ അറിയുന്നതും ഫേമസ് ആയിട്ടുള്ളതൊക്കെ മാത്രം ഞങ്ങൾ വായിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ കേട്ടോ, നല്ല ഇഫക്റ്റോട് കൂടി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാഹുബലി പ്രഭാസ് നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രഭാസിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾ എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മളെ ക്യാരക്ടേഴ്സായ സ്പൈഡർമാൻ, കുട്ടികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് കേട്ടോ. അങ്ങനെ സ്പൈഡർമാനെ കണ്ടു. നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെയും സ്പൈഡർമാൻ്റെയൊക്കെ കൂടെ എല്ലാവരും ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ നമ്മളുടെ ബ്രൂസ്ലി നിൽക്കുന്ന അടുത്തത്. ഇനി നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകം ഇങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ നിൽക്കുന്നത് നമ്മുടെ ഋത്തിക് റോഷനും അമിതാഭ് ബച്ചനുമാണ്. അമിതാഭ് ബച്ചനൊക്കെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ നല്ല ഏജ്ഡ് ആയിട്ടുള്ള നമ്മൾ അമിതാഭ് ബച്ചനും ഋത്തിക് റോഷനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരുടെയൊക്കെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ ഒരു സൈഡിൽ ഫുൾ ഡെക്കറേറ്റഡ് ആയിട്ട് ഒരു ഡാൻസ് സ്റ്റേജിൽ നിൽക്കണം നമ്മുടെ ഷാരൂഖ് ഖാനും നമ്മുടെ കിങ് ഖാൻ്റെ കൂടി ഞങ്ങൾ ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ നമുക്കവിടെ കോസ്റ്റ്യൂമൊക്കെ വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് ഈ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ ഡാൻസ് കളിച്ചാൽ നമ്മൾ ആ സ്റ്റേജിൽ ഒരു ഹിന്ദി സെറ്റിംഗ്, ഒരു ഫിലിം സെറ്റിങ്ങിൽ ഡാൻസ് കളിക്കുന്ന പോലെ തോന്നും. പിന്നെ നമ്മുടെ രൺബീറുണ്ട് കേട്ടോ. രൺബീറും കത്രീനയുണ്ട്. അവരുടെയൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെത്. നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 1700 ബാത്താണ് കേട്ടോ. ഈ കോംബോ ടിക്കറ്റിന് സീ ലൈഫും വാക്സ് മ്യൂസിയം കൂടി ഒരു ഏകദേശം 5000 ഇന്ത്യൻ റുപ്പി വരും. നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2700 ഇന്ത്യൻ റുപ്പിക്കൊക്കെ കിട്ടും. അപ്പോൾ